അത് കൊച്ചി കൂന്തുരുത്തിയിൽ സ്ത്രീയെ കൊന്ന് ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയതാണ്. എറണാകുളം സ്വദേശിനിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കോന്തുരുത്തി സ്വദേശി ജോർജ് പിടിയിലായി. സാമ്പത്തിക തർക്കമാണ് കൊലപാതക കാരണമെന്നാണ് സംശയം. കിട്ടിയ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായിട്ടുള്ള ഭാഗം ഇന്നലെ വൈകുന്നേരം 10 മണിയോടെ അനുബന്ധിച്ച് ജോർജ് സൗത്ത് ഗേൾസ് ഹൈസ്കൂളിന്റെ അടുത്തുനിന്ന് ഒരു സ്ത്രീയെ കാണപ്പെടുകയും ആ സ്ത്രീയുമായിട്ട് ഒരുമിച്ച് ജോർജ് മദ്യപിച്ചതിന് ശേഷം സ്ത്രീയുമായിട്ട് ഒരുമിച്ച് ഭക്ഷണം മേടിച്ചതിന് ശേഷം സ്ത്രീയെ ജോർജിന് വീട്ടിലാരില്ലാത്തതുകൊണ്ട് അവർ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു. അവിടെ വീട്ടിൽ വെച്ച് അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടു. അതിനുശേഷം അവർ തമ്മിൽ സാമ്പത്തികമായിട്ട് കുറച്ച് തർക്കമുണ്ടായി. ആ തർക്കം കൂടുതൽ തർക്കത്തിലേക്ക് കലാശിക്കുകയും ജോർജ് ഈ സ്ത്രീയെ കൊല ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ അവിടെ ഉണ്ടായിരുന്ന കരുതി വെച്ചിരുന്ന ഒരു കമ്പിപ്പാരി എടുത്ത് തലക്കിട്ടടിച്ച് കൊലപ്പെടുത്തിയെന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു രാവിലെ വരുന്നത്. ഒരു സ്ത്രീയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ കാണുന്നു. അതിനടുത്തിരുന്ന ഒരാൾ ഉറങ്ങിയ നിലയിൽ ഒരാൾ ഇരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ ഒരു ലൈംഗിക തൊഴിലാളിയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കം, അത് കൊലപാതകത്തിലേക്ക് പോവുകയാണ്. ഇതാണോ ഇപ്പോൾ പോലീസ് എത്തുന്ന നിഗമനം? അതെ ശ്രീജ, അതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അങ്ങനെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ ജോർജിന്റെ ഭാര്യയും മകളും വീട്ടിലുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് അവർ ഇടുക്കിയിലോ മറ്റോ പോയിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ജോർജ് ഇത്തരത്തിലൊരു ലൈംഗിക തൊഴിലാളിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും അവർ പുറത്തുപോയി ഭക്ഷണം കഴിക്കുകയും അതിനുശേഷം വീട്ടിലെത്തുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഒരു 5-6 മണിക്കൂർ ജോർജിനൊപ്പം ആ സ്ത്രീ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യക്തമായത്. അതിനുശേഷമാണ് ഇവർ സാമ്പത്തികമായി തർക്കത്തിൽ വരുന്നത്. സാമ്പത്തികമായുള്ള തർക്കത്തിന് ശേഷം ഈ മദ്യലഹരിയിൽ തന്നെയായിരുന്നു ജോർജ് ഉണ്ടായിരുന്നത്. ഒരു കമ്പിപ്പാര എടുത്തിട്ട് ഈ സ്ത്രീയുടെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ തലയ്ക്ക് തല്ലിയതാണ് എന്ന് തന്നെയാണ് പോലീസ് ഭാഷ്യം. അങ്ങനെ തന്നെയാണ്. എന്തായാലും ജോർജിനെതിരെ കൊലപാതകത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. അതേസമയം ഈ ജോർജ് കൊലപാതകം നടന്ന ശേഷം ജോർജ് പൂർണ്ണമായ അബോധാവസ്ഥയിലാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ഒരു സാഹചര്യത്തിൽ ഈ ശവം മറവ് ചെയ്യാൻ വേണ്ടി അടുത്തുള്ള വീടുകളിലൊക്കെ ഒരു 4:30 ആ ഒരു സമയത്ത്, പുലർച്ചെ ഒരു സമയത്ത് ചാക്ക് ചോദിക്കുന്നു. കടകളിലൊക്കെ പോയി ചാക്ക് ചോദിച്ചു. അങ്ങനെ ഇദ്ദേഹത്തിന് പരിചയത്തിലുള്ള ഒരു കടയിൽ നിന്നാണ് 2 ചാക്ക് നൽകുന്നത്. അങ്ങനെയാണ്. അതായത് ഈ ശവം റൂമിൽ നിന്നും വലിച്ചിഴച്ച് കൊണ്ടുവന്നാണ് ആ ഇടവഴിയിൽ ഇടുന്നത്. അതായത് ജോർജിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ് കാണുന്നത്. അതിലിടുന്നത് അങ്ങനെയാണ്. അങ്ങനെ അവിടെ തന്നെ എത്തിയപ്പോൾ ഇദ്ദേഹം തളർന്നു പോവുകയും അബോധാവസ്ഥയിലായി പോവുകയുമാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന് അധികം ഒരു റിസ്ക് ഇല്ലാതെ തന്നെ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞതും. വളരെ പെട്ടെന്ന് ജോർജ് ആദ്യം കുറ്റം സമ്മതിച്ചില്ല. അതിനുശേഷം സാഹചര്യ തെളിവുകൾ ഒക്കെ ജോർജിനെ എഗെയിൻസ്റ്റാണ്. രാവിലെ ഹരിതകർമ്മസേനയിലെ ചേച്ചിമാർ വന്ന് വേസ്റ്റ് എടുക്കാൻ വന്നപ്പോഴാണ് ഈ ഒരു അവസ്ഥ കാണുന്നതും ആ ചിത്രം പകർത്തിയതും അവരാണ്. അങ്ങനെ ഈ അർദ്ധനഗ്നയായ ഒരു സ്ത്രീയുടെ ശരീരം കിടക്കുന്നു. അത് പകുതി ചാക്കുകൊണ്ട് മൂടിയ നിലയിലാണ് കിടക്കുന്നത്. അവരുടെ ആ വഴിയിൽ മുഴുവൻ ഇങ്ങനെ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അയാൾ അതിന് സമീപത്തായിരുന്നു ഉറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഈ വന്ന സ്ത്രീ കാണുന്നത്. അങ്ങനെയാണ്. പിന്നീടാണ് 7 മണിയോടുകൂടി പോലീസ് എത്തുന്നതും ബാക്കിയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നത്. എന്തായാലും ഈ കൊലപാതകം നടന്നു. അത് തൻ്റെതായ രീതിയിൽ അത് മറവ് ചെയ്യാനും അല്ലെങ്കിൽ കൊലപാതകം മറച്ചു വയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ ജോർജിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ അയാളുടെ ശാരീരിക അസ്വസ്ഥതകൾ അതിന് സമ്മതിച്ചില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ പോലീസിന് വളരെ വേഗം പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ വേഗം. അതായത് ചെറിയൊരു എതിർപ്പ് മാത്രമേ ജോർജിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളൂ. ജോർജിൻ്റെ മകൻ UK-യിലാണ്, മകളുണ്ട്. ഭാര്യയും മകളും കൂടി കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ പോയ സാഹചര്യത്തിലാണ്, വീട്ടിലാരും ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് ജോർജ് ഇത്തരത്തിലൊരു പ്രവൃത്തി ജോർജിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായതും അതിങ്ങനെ കൊലപാതകത്തിലേക്ക് കലാശിക്കുന്നതുമായിരുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും നാട്ടുകാരൊക്കെ അതായത് ഇന്നലെ പുലർച്ചെ നടന്നത് എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ആളുകൾക്കുണ്ട്. കാരണം ഈ ചാക്ക് അന്വേഷിച്ച് നടന്നിരുന്നു. പട്ടി ചത്തുപോയി, പട്ടിയെ കുഴിച്ചിടാനാണ്, അതുകൊണ്ട് പട്ടിയുടെ ശരീരം മറവ് ചെയ്യാനാണ്, അതുകൊണ്ട് ചാക്ക് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ വീടുകളിലും ഇദ്ദേഹത്തിന് പരിചയമുള്ള കടകളിലുമൊക്കെ ചാക്ക് അന്വേഷിച്ച് നടന്നിരുന്നു. അതും പുലർച്ചെ സമയത്ത്, അസമയത്തായിരുന്നു നടന്നിരുന്നത് എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. അത് ആളുകളിൽ കൂടുതൽ സംശയമുണ്ടാക്കി. കാരണം ഈ വന്ന കാഴ്ച തന്നെ ഇങ്ങനെയായിരുന്നു. ഒരു സ്ത്രീയെ കൊന്നിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മൃതശരീരം കിടക്കുന്നു, അതിന് മുകളിൽ ചാക്ക് കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്നു. അവർ അർദ്ധനഗ്നയായ ഒരു അവസ്ഥയിലാണ് അവരുള്ളത്. അതുപോലെ തന്നെ ചോരയിൽ കുളിച്ച് തല വലിയ ആഴത്തിലുള്ള മുറിവാണ്. അത് തന്നെയാണ് മരണകാരണമായതും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് അവരുടെ മൃതശരീരം കാണുന്നതും ജോർജിനെ തൊട്ടടുത്ത അബോധാവസ്ഥയിൽ ഇരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും
അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ പോലീസിന് ഈ സ്ത്രീയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ഇവർ എറണാകുളത്ത് സ്വദേശിയാണ്, മലയാളിയാണെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? നിലവിൽ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യമല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അവരുടെ ഐഡന്റിറ്റിയിലേക്ക് എത്തിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ സമയം വരെയും അവരാരും എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ എറണാകുളം സ്വദേശിയാണ്, മലയാളിയാണ്. ആദ്യം ഈ പറഞ്ഞതുപോലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ആരും ആണ് എന്നുള്ള ഒരു സംശയമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ബോഡി കിടക്കുന്നതല്ലാതെ ആളുകൾ വ്യക്തമായ ആളെ കാണുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഊഹം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസിനും അത്തരത്തിലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആദ്യം ജോർജിൻ്റെ ഫ്ലാറ്റിൽ ഈ വീട്ടിൽ തന്നെ അതിനോട് ചേർന്ന് വാടകയ്ക്ക് താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയും ചെയ്തു. ജോർജ് കുറ്റം സംബന്ധിച്ചോടെ വിട്ടയക്കുകയും ചെയ്തു. ജോർജ് തന്നെ പിന്നെ അത് എറണാകുളം സ്വദേശിയാണ്, മലയാളിയാണ് എന്നുള്ള സ്ഥിരീകരണമൊക്കെ ജോർജിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു. കാരണം കഴിഞ്ഞ ഒരു 6-7 മണിക്കൂർ അവരൊന്നിച്ചുണ്ടായിരുന്നതാണ്. അപ്പോൾ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ട് മലയാളിയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. ജോർജിൻ്റെ ഭാഗത്തു നിന്നുള്ള മൊഴിയാണ് ഇവർ മലയാളിയാണ് എന്നുള്ളത്. എന്തായാലും ലൈംഗിക തൊഴിലാളിയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. ശ്രീജ. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ലൈംഗിക തൊഴിലാളിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവരുമായി പണത്തിൻ്റെ പേരിൽ തർക്കമുണ്ടായി. ആ തർക്കത്തിനൊടുവിൽ മദ്യലഹരിയിൽ അവരെ തലക്കടിച്ച് കൊന്നു. മൃതദേഹം മറവ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ, അത് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നതിനിടെ മദ്യലഹരിയെ തുടർന്ന് ബോധരഹിതനായി വഴിയിലിരുന്നു. അത് വന്ന് രാവിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ കാണുന്നു. അങ്ങനെ ഇത് നാട്ടിലൊക്കെ അറിയുന്നു. എത്ര ഞെട്ടിക്കുന്ന തരത്തിലുള്ളൊരു കൊലപാതകമാണ് എന്നത് ആലോചിക്കണം. അത് വഴിയിൽ ഇയാൾ ഈ മൃതദേഹത്തിനരികിൽ ഇരുന്ന് ഉറങ്ങുന്ന ദൃശ്യങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ വന്നത്. അതും അതിലേറെ ഞെട്ടിക്കുന്നതായിരുന്നു. പോലീസിന് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ സംഭവത്തിൻ്റെ ചുരുളഴിക്കാൻ കഴിഞ്ഞു എന്നതിൽ ആശ്വസിക്കാം.